സോ വാട്ട്സ്ആപ്പ് യൂട്യൂബ് ഇങ്ങനെ ആരാണ് റിവ്യൂ ചെയ്യുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, സോ ഞാൻ ഇങ്ങനെയല്ല റിവ്യൂ ചെയ്യുക, ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വാട്ട്സ് ഹാപ്പനിങ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബൈക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വാക്ക് അറൗണ്ട് റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതെടുത്തിട്ട് ഓൾമോസ്റ്റ് 2 years ആകുന്നു. 2 years ആയിട്ടില്ല, 1.5 കൊല്ലം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റൈഡ് ആൻഡ് ഓണർഷിപ്പ് റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇതിൻ്റെ ക്വിക്കായിട്ടുള്ളൊരു വാക്ക് അറൗണ്ട് റിവ്യൂ. യെസ്, സോ ആദ്യമേ തന്നെ ബൈക്കിൻ്റെ ഫ്രണ്ട് സെക്ഷനിൽ നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് LED യൂണിറ്റാണ് വരുന്നത്. കംപ്ലീറ്റ്ലി LED യൂണിറ്റാണ്. ഇവിടെ ഒരു DRL നിങ്ങൾക്ക് കാണാം. പിന്നെ അതേപോലെ തന്നെ ഡിം ആൻഡ് ബ്രൈറ്റ്, അത് വി വിൽ സീ ലേറ്റർ. ആൻഡ് പിന്നെ അതേപോലെ തന്നെ ഇതിൽ വരുന്നത് നോർമൽ ബൾബ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സാണ്, നോട്ട് LED. അതൊരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് പേഴ്സണലി ഈ ഒരു ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അപ്പാർട്ട് ഫ്രം ദി LED ഇൻഡിക്കേറ്റേഴ്സ്. അത് LED കുറേയും കൂടെ നന്നായിരിക്കും, കാണാൻ നല്ലൊരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഐ പേഴ്സണലി ലൈക്ക് ദിസ് ബൾബ് ഇൻഡിക്കേറ്റേഴ്സ്. പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. പിന്നെ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് റിയലി നൈസ്. ഐ വുഡ് സേ ഇറ്റ്സ് റിയലി നൈസ്. അത്യാവശ്യം നല്ല ഇലുമിനേഷൻസ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കോർണർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര കിട്ടില്ല. അതായത് സ്ട്രെയിറ്റ് ലൈൻ വിസിബിലിറ്റി ഈസ് ഓക്കെ, ബട്ട് ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളൊരു വിസിബിലിറ്റി ഇതിൽ കിട്ടുന്നില്ല. അതുമാത്രം ഒരു ചെറിയൊരു കൺസേൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സംടൈംസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ദർ ഈസ് നോ അതർ ഇഷ്യൂസ് വിത്ത് ദിസ് ഹെഡ്ലൈറ്റ്. അത്യാവശ്യം നല്ല സ്റ്റൈലാണ് കാണാനും, ഹെഡ്ലൈറ്റ് കാണാനും എല്ലാം സൂപ്പറാണ്. ആൻഡ് ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു നൈറ്റ് റൈഡ് ഹെഡ്ലൈറ്റ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഹെഡ്ലൈറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ആൻഡ് ബൈക്കിൻ്റെ സൈഡിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു ഹൈപ്പർ എഡ്ജ് ബാഡ്ജ് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 180 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. ഓക്കെ, 180 mm വരുന്നുണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് ഈസ് റിയലി നൈസ്. നല്ല അടിപൊളി എക്സോസ്റ്റാണ്, നല്ല സൗണ്ടിങ് ബൈക്കാണിത്. അത്യാവശ്യം എനിക്ക് ഇതിൻ്റെ സൗണ്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആ ഒരു കാരണം കൊണ്ട് കൂടിയാണ് ഞാൻ ഈ ബൈക്ക് എടുക്കാനുള്ള കാരണം. വൺ ഓഫ് ദി ബെസ്റ്റ് സൗണ്ടിങ് ആണ്. ലെറ്റ് us hear the exhaust note first. Okay, let us hear the sound now. നല്ല ബേസ് ഹെവി എക്സോസ്റ്റ് നോട്ടാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല ബേസിയാണ് ഇതിൻ്റെ എക്സോസ്റ്റ്. 204 കുറേയും കൂടെ ബെറ്ററായിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതും ഒരു കാരണമാണ് ഞാൻ ഇതെടുക്കാനുള്ള കാരണം, ഈ ഒരു ബൈക്ക് എടുക്കാനുള്ള കാരണം. പിന്നെ ബൈക്കിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ടിപ്പിക്കൽ അപ്പാച്ചിൻ്റെ സെയിം ഡിസൈനാണ് വരുന്നത്. ബാക്ക് എന്ന് പറയുന്നത് LED ടൈൽ ലൈറ്റ്സ് ആണ് വരുന്നത്. ബാക്ക് LED ആണ് ടൈൽ ലൈറ്റ്സ്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലും ലൈക്ക് നോർമൽ ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ടയർ ഹഗ്ഗർ ഉണ്ട്. ബ്ലാക്ക് എഡീഷൻ ബൈക്ക്, ഇത് അപ്പാച്ചിൻ്റെ ബ്ലാക്ക് എഡീഷൻ മോഡലാണ്. 164V തന്നെയാണിത്. ഇതിൻ്റെ 204V ബ്ലാക്ക് എഡീഷൻ വരുന്നില്ല, 164V തന്നെയാണ് ബ്ലാക്ക് എഡീഷൻ വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. 204V ഞാൻ നോക്കിയില്ല. അതും ഇതും തമ്മിൽ എനിക്ക് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തില്ല. ഓടിച്ച് നോക്കിയപ്പോഴും പിന്നെ അതേപോലെ തന്നെ കയറിയിരുന്ന് നോക്കിയപ്പോഴും അതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് കുറേയും കൂടെ ഇത്തിരി അപ്രൈറ്റാണ് അതിൻ്റെ സീറ്റ് വരുന്നത്. ഇത് കുറേയും കൂടെ ഫ്ലാറ്റ് സീറ്റാണ് അപ്പോൾ ഇതിൽ വരുന്നത്, എൻ്റെ ബൈക്കിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗ്രാബ് റെയിൽ, ഈ ഗ്രാബ് റെയിൽ ഇറ്റ് ഈസ് റിയലി നൈസ്. ഭയങ്കര സ്റ്റഡി ഡിസൈനാണ്. ബാറ്റ്മാൻ തീം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഡിസൈനിനെ. വളരെ സ്ട്രോങ് ആണ്, സ്ട്രോങ് ആൻഡ് റിജിഡ്. ആൻഡ് പിന്നെ ഇതിൻ്റെ ഫുഡ് പെക്സ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് റബ്ബർ ഫുഡ് പെക്കാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് ലൈക്ക് നോർമൽ സ്റ്റീൽ ഫുഡ് പെക്കാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ബൈക്കിൻ്റെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. സിംഗിൾ ചാനൽ ABS എന്ന് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബൈറ്റ് ഉണ്ട്. നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബൈറ്റ് കിട്ടുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ബാക്ക് എന്ന് പറയുന്നത് നോർമൽ ഡ്രം ബ്രേക്സാണ് വരുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ക് കൊടുക്കാമായിരുന്നു, ഒരു ഓപ്ഷണലായിട്ട് അവർക്ക് കൊടുക്കാമായിരുന്നു, ബാക്കിൽ ഡിസ്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാനധികം ഫ്രണ്ട് ബ്രേക്ക് തന്നെ പിടിക്കാറുള്ളൂ, ബാക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ശരിക്കും ബാക്കും ഫ്രണ്ടും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യണം, അങ്ങനെയാണ് വേണ്ടത്. ആൻഡ് കുഴപ്പമില്ലാത്തൊരു ബൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കിൽ നിന്നും. പക്ഷേ എനിവേ ഞാൻ ഫ്രണ്ട് ബ്രേക്കാണ് ഞാൻ പിടിക്കാറ്. ഓക്കെ, ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ നമ്മളെല്ലാം പറഞ്ഞിരിക്കുന്നു. അത്യാവശ്യം ഫോൺ ആരാണ് വിളിക്കുന്നത്? പിന്നെ ദി മെയിൻ സ്റ്റാർ ഓഫ് ദി ഷോ എന്ന് പറയുന്നത് ഈ ബൈക്കിൻ്റെ എഞ്ചിനാണ്. ഇത് ആക്ച്വലി 160cc എയർ പ്ലസ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. പ്രൊഡ്യൂസിങ് 18 bhp ഓഫ് പവർ ആൻഡ് 14 Nm ഓഫ് ടോർക്ക് വരുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം റൈഡിംഗ് മോഡ്സൊക്കെ വരുന്ന ഒരു എഞ്ചിനാണ്. അതും 160cc ഈ ഒരു സെഗ്മെൻറ്റിൽ റൈഡിംഗ് മോഡ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് റിയലി അത് ഹാറ്റ്സ് ഓഫ് ടു TVS. ആൻഡ് ഇതിൻ്റെ റൈഡിംഗ് മോഡ്സ് എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് മോഡ്സ് വരുന്നുണ്ട്. ഒന്ന് റെയിൻ, അർബൺ ആൻഡ് സ്പോർട്സ് മോഡ്. റെയിൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് മോഡ്സിൻ്റെ ബട്ടൺസൊക്കെ മാറ്റാൻ, ഇവിടെയാണ് നമുക്ക് മോഡ്സ് മാറ്റാൻ പറ്റുന്നത്. ഈ മോഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡ്സ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ വരുന്നത് റെയിൻ മോഡാണ്. ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പോർട്സ് മോഡാവും, അർബൺ മോഡാവും. പിന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പോർട്സ് മോഡാവും. ഓക്കെ, ഇപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്പോർട്സ് മോഡിലാണ് ഞാൻ ബൈക്ക് യൂസ് ചെയ്യുന്നത്. കാരണം സ്പോർട്സ് മോഡിൽ അത്യാവശ്യം ബൈക്ക് നല്ല റിഫൈൻഡ് ആണ്. അറ്റ് ദി സെയിം ടൈം കുറേയും കൂടി എൻഗേജിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കമ്പയറിംഗ് വിത്ത് ദി റെയിൻ ആൻഡ് അർബൺ മോഡ്. റെയിൻ ആൻഡ് അർബൺ മോഡിൽ പവർ അത്യാവശ്യം ഡ്രോപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ റെയിനിലും അർബൺ മോഡിലും ABSൻ്റെ ഇൻട്രൂഷൻ കുറേയും കൂടെ ബെറ്റർ ആയിരിക്കും, നല്ല ബൈറ്റിംഗ് നമുക്ക് കിട്ടും ABSൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ദി സ്റ്റാർ ഓഫ് ദി ഷോ, ദി എക്സോസ്റ്റ് നോട്ട്. ദി എക്സോസ്റ്റ് ഈസ് റിയലി അമേസിങ്. ഇതിന് TVS പറയുന്നത് ബുൾ പൈപ്പ് എക്സോസ്റ്റ് എന്നാണ് TVS പറയുന്നത്. അത്യാവശ്യം നല്ല ലൗഡസ്റ്റാണ്, നല്ല ലൗഡ് സൗണ്ടാണ് ഇതിൽ നിന്നും വരുന്നത്. പിന്നെ അത് മാത്രമല്ല RTR 204 കുറേയും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് കുറേയും കൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് ഇഷ്ടപ്പെട്ടു. ലെറ്റ് us hear the exhaust note first. Let's rev. Wow, റിയലി അമേസിങ്. നല്ല അടിപൊളി സൗണ്ടാണ് എക്സോസ്റ്റിൽ നിന്നും വരുന്നത്. ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് റോയൽ എൻഫീൽഡ് പ്ലസ് CB ഹൈനസിൻ്റെ ഒക്കെ ഒരു സെയിം ആ ഒരു തമ്പിങ് എക്സോസ്റ്റ് നോട്ടാണ് നമുക്ക് കേൾക്കുന്നത്. പിന്നെ വേറെ എന്താ ഇനിയിപ്പോൾ പറയാനുള്ളത്? ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ബാക്കിൽ മോണോ ഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ. ആൻഡ് ഫ്രണ്ടിൽ വരുന്നത് സസ്പെൻഷൻ എന്ന് പറയുന്നത് ടെലിസ്കോപ്പിക്കാണ് വരുന്നത്. 31 mm ആണ് ഇതിൻ്റെ ഫ്രണ്ട് ടെലിസ്കോപ്പിക് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോണോ ഷോക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല സസ്പെൻഷൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു മോഡറേറ്റ് സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതായത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ ഫോർ ലോങ് ഡ്രൈവ് ആൻഡ് അത്യാവശ്യം ഷോർട്ട് ഡിസ്റ്റൻസിലേക്കൊക്കെ അത്യാവശ്യം നമുക്ക് ദി സസ്പെൻഷൻ ഈസ് റിയലി ആപ്റ്റ്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് പിന്നെ വേറെ എന്താണ് ഇതിൽ പറയാനുള്ളത്? ഇതിൽ വരുന്നത് റബ്ബർ ലൈൻസ് ആണ് വരുന്നത്, ബ്രേക്ക് ലൈൻസ്, നോട്ട് സ്റ്റീൽ ബ്രേഡഡ് ബ്രേക്ക് ലൈൻസ്, റബ്ബറാണ് വരുന്നത്. അത് ദാറ്റ്സ് ഓൾ. ആൻഡ് ഓൾസോ ഇതിൽ വരുന്നത് ടെലിസ്കോപ്പിക് ഫോക്സ് ആണ് വരുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്പാച്ചി എന്ന് പറയുന്ന സമയത്ത് ഗോൾഡൻ USB അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് വരുന്നത് ഫോർ ബെറ്റർ സ്റ്റെബിലിറ്റി ആൻഡ് ഓൾ. ദ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സ്, സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഒന്നും ഇതിൽ വരുന്നില്ല. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല, ഇത് ആക്ച്വലി ഷോർട്ടർ ഗിയർ റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ഗിയർസ് മാറ്റേണ്ടി വരും. അങ്ങനത്തെ ഒരു സംഭവം ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ബൈക്കിൻ്റെ കാര്യങ്ങൾ എന്ന് പറയാനുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു മോട്ടറാണ്, നല്ല റിഫൈൻഡ് മെഷീനാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ സ്വിച്ച് ഗിയർസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ ഒരു പാസ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡിം ആൻഡ് ബ്രൈറ്റ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഹോൺ വരുന്നുണ്ട്. ഹോൺ ഈസ് റിയലി നൈസ്, നല്ല ഹോണാണ്, അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ളൊരു ഹോണാണ് ഇതിൽ വരുന്നത്. ലെറ്റ് us ഹിയർ ദി ഹോൺ. ഹോണും കുഴപ്പമില്ല.
പിന്നെ അതേപോലെ തന്നെ കീ ഇവിടെയാണ് വരുന്നത്. പിന്നെ സ്പീഡോമീറ്റർ ഇതാണ്. പിന്നെ എൻജിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ വി ക്യാൻ സീ ദി ഇഗ്നീഷൻ, ഐ മീൻ ദി സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ദാറ്റ്സ് ഓൾ. ആൻഡ് പിന്നെ ഇവിടെ വേറൊരു ബട്ടൺ കൂടി വരുന്നുണ്ട്. നമുക്കിവിടെ 2 ബട്ടൺസ് വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് ലെഫ്റ്റ് ബട്ടൺ, ദി എം, ആൻഡ് ഇവിടെ എസ്. നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇവിടെ നമുക്ക് ടോഗിൾ ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്ക് ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ അതേപോലെ തന്നെ ഹൈ സ്പീഡ് അച്ചീവ് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്കിയുള്ള ചില കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കായിട്ട് ഇവിടെ എസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനും പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ ഓവർവ്യൂ ആയിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറയാനുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല. ഐ ആം വെരി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ബൈക്ക്. ഒരു കാര്യം പറയാൻ പറ്റുപോയി, ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ വന്നിട്ട് 90/90 ടയറാണ് വരുന്നത്. 90/90. ആൻഡ് ടി വി എസിൻ്റെ തന്നെ റെമോറ ടയറാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും. ബാക്കിൽ എന്ന് പറയുന്നത് 110 സെക്ഷൻ ടയറാണ് വരുന്നത്. 110/80 ആണ് ബാക്കിൽ വരുന്നത്. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് കോർണർ ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നുണ്ട്. ഇതിൽ കോർണറിങ് ചെയ്യാൻ വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ശരിക്കും ഞാൻ അത്യാവശ്യം കുറേ തവണ ഞാൻ ഇതിൽ കോർണറിങ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കോർണറിങ് സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. റിയലി ഐ അപ്രിഷ്യേറ്റ് ദി കോർണറിങ് സ്റ്റെബിലിറ്റി. വളരെ നന്നായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ഷാസിയും കാര്യങ്ങളൊക്കെ വളരെ സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൽ ഐ റിയലി അപ്രിഷ്യേറ്റ് TVS ഫോർ ബ്രിങ്ങിങ് ദിസ് ബൈക്ക് ടു അവർ നേഷൻ. ആൻഡ് that's all for the video. I hope to see in the next video. We will see soon. Okay, and please do hit the like button and please subscribe and follow our YouTube channel. And ഇതുപോലെ കുറേ നല്ല കണ്ടൻറ്റ്സ് ഇതിൽ കൊടുക്കുന്നതായിരിക്കും. Then okay, that's all. We'll see in the next video. Have a good day.